നമസ്കാരം. അസ്ട്രോവേദിക് വിഷനിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മേടം മുതലായ രാശിയുടെ രേഖാണ സ്വരൂപത്തെക്കുറിച്ചാണ്. രേഖാണ സ്വരൂപം വെച്ച് ജാതക പ്രശ്നാദികളിൽ സൂക്ഷ്മമായി ഫലം പ്രവചിക്കാൻ സാധിക്കുന്നതാണ്. മേടം രാശിയുടെ ആദ്യ രേഖാണം അരയിൽ വെളുത്തമുണ്ട് ചുറ്റി എന്തിനേയും രക്ഷിക്കാൻ താൻ ശക്തനെന്ന ഭാവത്തിൽ ഉയർത്തിപ്പിടിച്ച മഴവും ഭയപ്പെടുത്തുന്ന ചുവന്ന കണ്ണുകളും ഉള്ള ഒരു കറുത്ത പുരുഷന്റെ സ്വരൂപമാണ് മേടം രാശിയുടെ ആദ്യ രേഖാണത്തിനുള്ളത്. ചുവന്ന വസ്ത്രമെടുത്ത് ആഭരണങ്ങളിൽ അസക്തമായ മനസ്സോടും ഉയർന്ന വയറും കുതിരയുടെ മുഖവും തണ്ണീർ ദാഹത്താൽ പാരവശ്യവും ഒരു കാലമുള്ള ഒരു സ്ത്രീയുടെ സ്വരൂപമാണ് മേടം രാശിയുടെ മധ്യരേഖാണത്തിനുള്ളത്. പൗരനും കപിലവർണ്ണമുള്ളവനും കലകളിൽ തൽപരനും കർമ്മങ്ങളിൽ തൽപരനും മതങ്ങൾ മുടക്കുന്ന സ്വഭാവവും ദണ്ണം ഉയർത്തിപ്പിടിച്ചവനും രക്തവസ്ത്രം ധരിച്ചവനുമായ കോപിഷ്ഠനുമായ ഒരു പുരുഷന്റെ സ്വരൂപമാണ് മേടം രാശിയുടെ മൂന്നാം രേഖാണത്തിനുള്ളത്. ചുരുണ്ടതും മുറിച്ചതുമായ തലമുടിയോടുകൂടിയുള്ളവളും വയറുന്തിയവളും തീകത്തിയ വസ്ത്രം ധരിച്ചവളും ദാഹവും വിശപ്പും കൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ആഗ്രഹിക്കുന്നവളും ആഭരണങ്ങൾ ലഭിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവളുമായ ഒരു സ്ത്രീയുടെ സ്വരൂപമാണ് ഇടവം രാശിയുടെ ഒന്നാം രേഖാണത്തിനുള്ളത്. കൃഷി, ധാന്യം, ഗൃഹം, നാൽക്കാലികൾ മുതലായവ ഉള്ളവനും കലകളിൽ വിദ്വാനും കൃഷികളിൽ തൽപരനും വാഹനങ്ങൾ വാങ്ങുന്നതിനും വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനും സമർത്ഥനും കാളയുടെ പഞ്ഞിക്കെട്ട് പോലെ ചുമലുകൾ ഉയർന്നവനും വിശപ്പുള്ളവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനും ആടിൻ്റേതുപോലെയുള്ള കൂർത്ത മുഖമുള്ളവനുമായ പുരുഷന്റെ സ്വരൂപമാണ് ഇടവം രാശിയുടെ മധ്യരേഖാണത്തിനുള്ളത്. ആനയ്ക്കൊത്ത കരുത്തും വലിപ്പമുള്ള ശരീരവും വെളുത്ത സ്ഥൂലമായുള്ള പല്ലുകളും ശരഭമൃഗത്തെപ്പോലെ വേഗത്തിൽ ഓടാനുള്ള കഴിവും പിംഗലവർണ്ണവും ആടിൻ്റേതുപോലെ നീണ്ട രോമവും പല ചിന്തകളാൽ കലുഷിതമായ മനസ്സുള്ള പുരുഷന്റെ സ്വരൂപമാണ് ഇടവം രാശിയുടെ അന്ത്യരേഖാണത്തിനുള്ളത്. തുന്നൽപ്പണിയിൽ ആഗ്രഹമുള്ളവളും സുന്ദരിയും ആഭരണങ്ങൾ തൽപരയും സന്താനരഹിതയും കൈ ഉയർത്തിപ്പിടിച്ചവളും ഋതുമതിയുമായ ഒരു സ്ത്രീയുടെ സ്വരൂപമാണ് മിഥുനം രാശിയുടെ ആദ്യ രേഖാണത്തിനുള്ളത്. ഗരുഡന്റെ മുഖവും ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്നവനും സന്താനങ്ങൾ, അലങ്കാര വസ്തുക്കൾ, സമ്പത്ത് എന്നിവയെ ചിന്തിച്ച് കഴിയുന്നവനും ശൂരനുമായ ഒരു പുരുഷന്റെ സ്വരൂപമാണ് മിഥുനം രാശിയുടെ മധ്യരേഖാണത്തിനുള്ളത്. വരുണനെപ്പോലെ വളരെ വിലയുള്ള മാല ധരിച്ചവനും അമ്പും വില്ലും ആവനാഴിയുള്ളവനും നൃത്തം, വാദ്യകല മുതലായവയിൽ വിദ്വാനും കവിയുമായ ഒരു പുരുഷന്റെ സ്വരൂപമാണ് മിഥുനം രാശിയുടെ അന്ത്യരേഖാണത്തിനുള്ളത്. ആനയെപ്പോലെ വലിപ്പമുള്ളവനും ശരഭമൃഗത്തെപ്പോലെ നടത്തവും പന്നിയുടേതുപോലെയുള്ള കിഴങ്ങും പഴവർഗ്ഗങ്ങളും എടുത്ത് ഭക്ഷിക്കുന്നവനും ആയ പുരുഷന്റെ സ്വഭാവമാണ്. വനത്തിൽ താമസിക്കാൻ തൽപരനുമായ ഒരു പുരുഷന്റെ സ്വരൂപമാണ് കർക്കടകൻ രാശിയുടെ ആദ്യ രേഖാണത്തിനുള്ളത്. താമരപ്പൂ കൊണ്ടർച്ചിച്ചും പാമ്പിനെ തലയിൽ ധരിച്ചും ശമതയുടെ മരത്തിൽ ചാരി നിന്നുകൊണ്ട് കരയുകയും ചെയ്യുന്ന യൗവനയുക്തയായ ഒരു സ്ത്രീയുടെ സ്വരൂപമാണ് കർക്കടകൻ രാശിയുടെ മധ്യരേഖാണത്തിനുള്ളത്. ഭാര്യയെ സംരക്ഷിക്കാൻ അന്നവസ്ത്രാദികൾക്കു വേണ്ടി സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നവനും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവനും തലയിൽ സർപ്പത്തെ ചുറ്റി വെച്ചവനും പരന്ന മുഖവുമുള്ള ഒരു പുരുഷന്റെ സ്വരൂപമാണ് കർക്കടകൻ രാശിയുടെ അന്ത്യരേഖാണത്തിനുള്ളത്. ഈ രാശി സ്വരൂപങ്ങളെ കൊണ്ട് കൂടുതലും ദേവതാ ചിന്തനത്തിന് കൂടുതലായി ഉപയോഗിക്കുന്നത് രേഖാണ സ്വരൂപങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. രേഖാണ സ്വരൂപം കൂടുതലും ദേവപ്രശ്നത്തിലാണ് ഉപയോഗിക്കാറുള്ളത്.